ഹലോ പീപ്പിൾ, ദീപൻ മൂവീസിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. റിവ്യൂയിലേക്ക് പോകാം. 2025 ജൂലൈ 9 കുലൂപ് കൽജുറുക് സംവിധാനം ചെയ്ത് നെറ്റ്ഫ്ലിക്സിൽ നേരിട്ട് റിലീസിനെത്തിയ ഒരു ആക്ഷൻ സോംബി ചിത്രമാണ് സെയിം. ഇതൊരു തായ്ലാൻഡ് ചിത്രം കൂടിയാണ്. സിനിമ ഏകദേശം 1.5 മണിക്കൂറാണ് റണ്ണിങ് ടൈം ഉള്ളത്. സിനിമ കണ്ടു. അത്യാവശ്യം തരക്കേടില്ലാത്തൊരു സിനിമ. ഗ്രാഫിക്സ് ആണെങ്കിൽ അത്ര പോരാ, പക്ഷെ മേക്കിംഗ് എല്ലാം അടിപൊളി വരുന്നു. സോംബീസിന്റെ മേക്കിംഗ് ആയാലും എല്ലാം കിട്ടില്ലൊരു വന്നിട്ടുണ്ട്. സിനിമയുടെ ഒരു പ്രധാന കഥയെന്ന് പറയുന്നത് തായ്ലാൻഡിൽ അഴുക്ക മീനുകൾ വിറ്റ് അതിൽ നിന്നുള്ള ആ മീനിലുള്ള ഇൻഫെക്റ്റഡ് ഒരുപാട് പേരെ കഴിച്ച് ബാധിക്കുകയും പിന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും പിന്നെ സോബി ട്രാൻസ്ഫോർമേഷൻ കഥയൊക്കെയാണ് പറഞ്ഞു പോകുന്നുണ്ടെങ്കിലും നമ്മുടെ നായകൻ്റെ ഭാര്യ അവിടുത്തെ ഒരു ഡോക്ടറായിരുന്നു. അപ്പോൾ നമ്മുടെ നായകൻ ഒരു മൊയ്തായ് ഫൈറ്ററാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാമിലി രക്ഷിക്കാനുള്ളതും കൊണ്ടും അദ്ദേഹത്തിനെ രക്ഷപ്പെടാൻ ഉള്ളത് കൊണ്ടും ഈ സിനിമയുടെ കഥ അങ്ങനെയാണ്, ഒരു സർവൈവലാണ്. അത്ര എനിക്ക് പറയാനുള്ളൂ ഈ സിനിമയെക്കുറിച്ച്. ഫാമിലിയെ രക്ഷിക്കണം, അദ്ദേഹത്തിന് രക്ഷപ്പെടണം, അവിടുത്തെ ഒരു കുട്ടിയെ രക്ഷപ്പെടുത്തണം, ഇൻഫെക്റ്റഡ് ആവാനും പാടില്ല. അത്യാവശ്യം ത്രില്ലടിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഇതിൻ്റെ ഗ്രാഫിക്സ് കൊണ്ടാണ് എല്ലാം കളഞ്ഞത്. പക്ഷേ കണ്ടിരിക്കാം, മേക്കിംഗ് അടിപൊളി തന്നെയാണ്. അതിന് സോംബീസിൻ്റെ മേക്കിംഗ് എല്ലാം അടിപൊളി തന്നെയാണ്, കണ്ടിരിക്കും. പിന്നെ ആക്ഷൻസും കിട്ടുന്നതാണ്. പിന്നെ എല്ലാ സോംബീസ് മൂവീസിലും മിക്കുള്ളതിലും വെടിയപ്പും ബോംബറയൊക്കെയാണ്. പക്ഷെ ഇതിലൊരു വെറൈറ്റി ഉണ്ടെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ആക്ടർ കിഡിലൊട്ട് ആക്ഷൻ കാണിച്ചാണ് എല്ലാത്തിനും വീഴ്ത്തുന്നത്. ഇടിച്ചൊക്കെയാണ് വീഴ്ത്തുന്നത്. മൊയ്തായ് ഫൈറ്റർ അല്ലേ, അപ്പം അദ്ദേഹം എല്ലാത്തിനും ഒറ്റയ്ക്കാണ് പോരാടുന്നത്. കിഡിലോട്ട് അത് വന്നിട്ടുണ്ട്. ഒരുവിധ ലോജിക്ക് ഉണ്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ എനിക്ക് സിനിമയെക്കുറിച്ച്, സെയിം എന്ന് പറയുന്ന തായ്ലാൻഡ് സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സിനിമ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പം നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. ഒരു തവണയൊക്കെ കണ്ടിരിക്കാൻ പറ്റും. അത്ര വെറുപ്പിയൊരു സിനിമയൊന്നുമല്ല, ഒരു തവണയൊക്കെ കണ്ടിരിക്കാൻ പറ്റും എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ. ഇനി നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണെന്ന്, നിങ്ങളുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സിനിമ കണ്ടതിന് ശേഷം വീഡിയോ കണ്ടതിന് താങ്ക്സ്.